Sewage water treatment. Sewage water needs proper treatment before disposing into running streams. ഈ സീവേജ് വാട്ടറിനെ ഡയറക്റ്റ് നമ്മൾ റണ്ണിങ് സ്ട്രീമിലേക്ക്, അതായത് റിവേഴ്സിലേക്കോ അങ്ങനെ ഏതെങ്കിലും ടാങ്കിലേക്കൊന്നും ഡിസ്പോസ് ചെയ്യാൻ പാടില്ല. കാരണം അതിലുള്ള കുറേ ടോക്സിക് ആയിട്ടുള്ളതും അങ്ങനെ എന്തെങ്കിലും കണ്ടൻറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിസ്പോസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ. നമ്മളതിൻ്റെയൊക്കെ പ്രൊസീജിയർ മീൻസ് ഡിഫറെൻറ്റ് പ്രോസസ്സുകൾ, ഡിഫറെൻറ്റ് സ്റ്റെപ്സുകളുണ്ട്. ആ ഒരു സ്റ്റെപ്സുകളൊക്കെ ഫോളോ ചെയ്ത് ഏകദേശം അത് ക്ലീൻ ചെയ്തതിന് ശേഷം വേണം റണ്ണിങ് സ്ട്രീമിലേക്ക് ഡിസ്പോസ് ചെയ്യാൻ. അതിൽ മെയിനായിട്ട് 3 സ്റ്റെപ്സാണ് പറയുന്നത്. പ്രിലിമിനറി പ്രോസസ്സ്, സെക്കൻഡറി ഓർ ബയോളജിക്കൽ പ്രോസസ്സ്, ടെർഷ്യറി പ്രോസസ്സ്. ഇവിടെ പ്രിലിമിനറി എന്ന് പറഞ്ഞാൽ ഓർ പ്രൈമറി പ്രോസസ്സ് എന്നും പറയാം. അതിലുള്ള സ്റ്റെപ്സാണ് ഒന്നാമത്തത് സ്ക്രീനിങ്. സ്ക്രീനിങ് മീൻസ് ഇറ്റ് ഇൻവോൾവ്സ് ദ റിമൂവൽ ഓഫ് ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസ് ബൈ പാസിംഗ് വാട്ടർ ത്രൂ ബാർ സ്ക്രീൻസ്. ഒരു മെഷീനിലൂടെയൊക്കെ പാസ് ചെയ്തിട്ട് സോളിഡ് ആയിട്ടുള്ള ഈ ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള പ്രോസസ്സുകളൊക്കെ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽസിനെയൊക്കെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് ഇത് സ്ക്രീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ്, എയറേഷൻ. എയറേഷൻ ഇൻവോൾവ്സ് bubbling air in water using aeration pumps to remove dissolved gases. ഡിസോൾവ് ആയി കിടക്കുന്ന അൺവാണ്ടഡ് ഗ്യാസസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്യാൻ അതിലൂടെ എയർ ബബിൾ ചെയ്ത് കൊടുക്കുന്ന പ്രോസസ്സാണ് ഇത് എയറേഷൻ എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ, സെഡിമെൻറ്റേഷൻ. സെഡിമെൻറ്റേഷനും ഡീകാൻറ്റേഷനും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. ഇതിന് വേണ്ടിയിട്ട് സസ്പെൻഡഡ് ഇംപ്യൂരിറ്റീസ് ആർ റിമൂവ്ഡ് ബൈ അലോയിങ് വാട്ടർ ടു സ്റ്റാൻഡ് ഇൻ ബിഗ് ടാങ്ക്സ് ഫോർ സെവറൽ അവേഴ്സ് and the particles settle down due to gravity. To accelerate this process, coagulants can be added. അതായത് സ്ക്രീനിങ്ങും എയറേഷനൊക്കെ ചെയ്ത് സീവേജ് വാട്ടറിനെ വലിയൊരു ടാങ്കിൽ അവേഴ്സ് 4-5 അവേഴ്സ് കീപ്പ് ചെയ്യുന്നു. മീൻസ് അനക്കാതെ കീപ്പ് ചെയ്തിട്ട് അതിൽ ഉള്ള ഗ്രാവിറ്റി വഴി എന്ത് ചെയ്യുന്നു, ചില പാർട്ടിക്കിൾസ് സെറ്റിൽ ഡൗൺ ചെയ്യുന്നു. ദെൻ അതിനെ ഡിക്കാൻറ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ദെൻ പ്രൈമറി പ്രോസസ്സിൽ ലാസ്റ്റ് സ്റ്റെപ്പായ ഫിൽട്രേഷൻ. ഈ ഡിക്കാൻറ്റ് ചെയ്ത് സെഡിമെൻറ്റേഷനും ഡിക്കാൻറ്റേഷനും കഴിഞ്ഞ ഈ വാട്ടറിനെ, സീവേജ് വാട്ടറിനെ ക്യാൻ ബി ഡൺ ബൈ പാസിങ് വാട്ടർ ത്രൂ സാൻഡ് ഫിൽറ്റേഴ്സ്. സാൻഡ് ഫിൽറ്റേഴ്സിലൂടെ പാസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ ഈ പ്രൈമറി പ്രോസസ്സുകൾ കഴിഞ്ഞ് സീവേജ് വാട്ടറിനെ എന്തിലോട്ട് കൊടുക്കുന്നു, സെക്കൻഡറി പ്രോസസ്സ് ഓർ ബയോളജിക്കൽ പ്രോസസ്സിലേക്ക് കൊടുക്കുന്നു. ഇവിടെ മെയിനായിട്ട് എയറോബിക് ഓക്സിഡേഷനും അനേറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു. എയറോബിക് ഓക്സിഡേഷൻ ആണെങ്കിൽ ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോസസ്സിൽ കൂടെയും അനേറോബിക് ഓക്സിഡേഷൻ ആണെങ്കിൽ UASP എന്ന പ്രോസസ്സിലൂടെയാണ് ഇതിൻ്റെ ഫിൽട്രേഷൻ നടക്കുന്നത്. ദി സെക്കൻഡറി സ്റ്റെപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ബയോളജിക്കൽ പ്രോസസ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് സം ഓക്സിഡേഷൻ. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വണ്ണാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോസസ്സ്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇവിടെ വലിയൊരു ടാങ്കാണ്. ടാങ്കിൽ കുറേ റോക്സ്, മൈക്രോബിയൽ സ്ലൈംസ് കവർ ചെയ്തിരിക്കുന്ന റോക്സ് പതിച്ചിരിക്കുന്നു. ദെൻ ഒരു സപ്പോർട്ടിങ് റൊട്ടേറ്റർ, ഒരു റൊട്ടേറ്റിംഗ് സ്പെയർ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുകളിലേക്കൊരു സ്പ്രെയർ കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ ഫീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പ്രൈമറി പ്രോസസ്സ് കഴിഞ്ഞ സീവേജ് വാട്ടറിനെ ഫീഡ് ചെയ്യുന്ന സമയത്ത് ആ വാട്ടർ എന്ത് ചെയ്യുന്നു, ഈ റൊട്ടേറ്റിംഗ് സ്പെയറിലൂടെ മുകളിലേക്ക് കടന്നിട്ട് സ്ലോലി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് സ്പ്രേ ചെയ്യുന്നു, താഴത്തേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക ചെയ്യുന്ന, ഓരോറ്റായിട്ടൊക്കെ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നു. ആ വാട്ടർ, ആ സീവേജ് വാട്ടർ എന്ത് ചെയ്യുന്നു, ഈ ടാങ്കിലുള്ള റോക്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നു. മീൻസ് ആ റോക്സുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് റോക്സിലുള്ള മൈക്രോബിയൽ സ്ലൈംസിൻ്റെ എയർ ഉണ്ടാകും, മീൻസ് ഓക്സിഡേഷൻ ഉണ്ടാവില്ല. ഓക്സിജൻ്റെ പ്രസൻസിൽ അവിടെ ഓക്സിഡേഷൻ, എയറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു. എയറോബിക് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ, ഓക്സിഡേഷൻ ഇൻ പ്രസൻസ് ഓഫ് ഓക്സിജൻ ആണ്. അങ്ങനെ ഈ ഓക്സിജൻ്റെ പ്രസൻസിൽ ഇവിടെ ഒരു ഓക്സിഡേഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോസസ്. In this process, sewage is filtered through a sprinkling filter under aerobic condition. A trickling filter is a tank which contains a bed of crushed rocks and rotating distributor is fitted with it. When the sewage flows through the bed, aerobic oxidation takes place. The required oxygen is taken from the air circulating in the medium.
The end products of oxidation will be carbon dioxide and water. ഇതാണ് ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോസസ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് വലിയൊരു ടാങ്കിൽ കുറേ റോക്സ് ഉണ്ടാവും. ആ റോക്സൊക്കെ മൈക്രോബിയൽ സ്ലൈംസുമായിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഈ സീവേജ് വാട്ടർ വന്നിട്ട് മൈക്രോബിയൽ റോക്സ് ആയിട്ടുള്ള ഇതുമായിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ എയറേഷൻ മീൻസ് എയറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു. എന്നിട്ട് അവിടെ ബൈ പ്രോഡക്റ്റായിട്ട് കാർബൺ ഡയോക്സൈഡ് വാട്ടർ നമുക്ക് കിട്ടുന്നു. ഓക്കെ, ദെൻ നെക്സ്റ്റ് അതിൽ തന്നെ സെക്കൻഡറി പ്രോസസ്സിൽ അനദർ മെത്തേഡാണ് എനൈറോബിക് ഓക്സിഡേഷൻ വഴി നടക്കുന്ന ഒരു ഫിൽട്രേഷനാണ് അപ്ഫ്ലോ എനൈറോബിക് സ്ലെഡ്ജ് ബ്ലാങ്കറ്റ് പ്രോസസ് or UASP process. In this process, the effluent to be treated is fed from the bottom of reactor so as to flow upward through the sludge blanket composed of biologically formed granules. If wastewater come in contact with the granules, treatment occurs. Gases like methane, carbon dioxide formed during the process helps the formation and maintenance of granules. ഇവിടെ അനൈറോബിക് ഓക്സിഡേഷനാണ് നടക്കുന്നത്. ഇവിടെയും എന്താണ് ഒരു ടാങ്ക്, ആ ടാങ്കിൽ കുറേ ബെഡ്, അതായത് സ്ലെഡ്ജ്ഡ് ബെഡ് ഉണ്ടാവും. ദെൻ അതിൻ്റെ മുകളിൽ സ്ലെഡ്ജ്ഡ് ബ്ലാങ്കറ്റ് ഉണ്ടായിരിക്കും. ദെൻ അതായത് നമ്മൾ കൊടുക്കുന്ന വാട്ടർ ഫ്രം ബോട്ടത്തിൽ നിന്നാണ് കൊടുക്കുന്നത്. ബോട്ടത്തിൽ നിന്ന് കൊടുത്തിട്ട് ആ വാട്ടർ എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഇങ്ങനെ പാസ് ചെയ്ത് പോവുക ചെയ്യുന്നത്. ഇവിടെ ഈ ട്രീറ്റ്മെൻറ്റ്, ഈ സ്ലെഡ്ജ് ബ്ലാങ്കറ്റിൻ്റെ പ്രസൻസിൽ അവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കുന്നു. ദാറ്റ് മീൻസ് അനൈറോബിക് ഓക്സിഡേഷൻ നടക്കുന്നു. ആസ് എ റിസൾട്ട് ഓഫ് അനൈറോബിക് ഓക്സിഡേഷൻ ബയോഗ്യാസസ്, അതായത് മീഥെയിന് അങ്ങനത്തെ കോമ്പൗണ്ട്സൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഈ മീഥെയിന് നമുക്ക് ബയോഗ്യാസായിട്ട് കൺവേർട്ട് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ഇതാണ് UASP പ്രോസസ്സ് എന്ന് പറയുന്നത്. സെക്കൻഡറി ഓർ ബയോളജിക്കൽ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സാണ്. ദെൻ ഇവിടെ ടേർഷ്യറി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ റിമൂവൽ ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഡിസിൻഫെക്ഷനാണ് മെയിനായിട്ട് നടക്കുന്നത്. ഇവിടെ ക്ലോറിനേഷൻ മീൻസ് ബ്ലീച്ചിങ് പൗഡർ ആഡ് ചെയ്തിട്ട് അതിനെ ക്ലോറിൻ ബൈ ദ യൂസ് ഓഫ് ക്ലോറിൻ ക്യാൻ ബി ആഡഡ് ഡയറക്ട്ലി ആസ് എ ഗ്യാസ് ഓർ ഇൻ ദ ഫോം ഓഫ് കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ ടു വാട്ടർ. എന്നിട്ട് അതിനെ ഹൈപ്പോക്ലോറസ് ആക്കി മാറ്റുക ചെയ്യുന്നത്. ദെൻ ഓർ വി ക്യാൻ യൂസ് ബൈ UV ലൈറ്റ്. ക്ലോറിനേഷനൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ സ്കിന്നിലൊക്കെ ഇച്ചിങ് അങ്ങനെ പല പ്രശ്നങ്ങളും വരാറുണ്ട്. സ്കിൻ അലർജിക്കൊക്കെ ആയിട്ടുള്ളവർക്ക്, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കൊക്കെ പ്രശ്നങ്ങൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന അതിനകത്തെ മെത്തേഡാണ് UV ലൈറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. അത് കുറച്ചൊരു കോസ്റ്റ്ലി ആണ്, എന്നാലും സ്വിമ്മിംഗ് പൂളിലൊക്കെ അതാണ് നമ്മളിപ്പം യൂസ് ചെയ്യുന്നത്. Then using ozones. Ozone is used in gaseous form and it is produced from oxygen. It is highly unstable and breaks down, liberating nascent oxygen. ഈ nascent oxygen ആണ് പവർഫുൾ ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ദിസ് പ്രോസസ് ഈസ് നോട്ട് ഹാംഫുൾ സിൻസ് ഇറ്റ് ഈസ് അൺസ്റ്റേബിൾ ആൻഡ് ഡികമ്പോസസ് ടു ഓക്സിജൻ. ഇറ്റ് റിമൂവ്സ് കളർ ആൻഡ് ഓർഡർ വിത്തൗട്ട് എനി റെസിഡ്യൂ, ബട്ട് ദ പ്രോസസ് ഈസ് എക്സ്പെൻസീവ് ആണ് എന്നുള്ളതാണ് UV ലൈറ്റ് ആണെങ്കിലും ഓസോൺ ആണെങ്കിലും അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇത്രയാണ് സീവേജ് വാട്ടർ ട്രീറ്റ്മെൻറ്റിലെ പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇതൊരു എസ്സേ ടൈപ്പായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, താങ്ക് യു.